നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 22, 2025 തിങ്കൾ. അങ്ങനെ തുടർച്ചയായി 4 ആഴ്ചകൾക്ക് ശേഷം നിഫ്റ്റിക്ക് ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെക്ഷന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, വെറും നേട്ടമല്ല അതിശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി, കൂടാതെ ഇന്ന് ഇന്ത്യ പുതിയ ഒരു രാജ്യവുമായിട്ട് FTA അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയുണ്ടായി. കൂടാതെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. മാത്രമല്ല നിഫ്റ്റിക്ക് ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ 1-ാം തീയതി 26,100 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും 22 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 26,150 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തൽഫലമായി 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഓപ്പൺ ആകാനും നിഫ്റ്റിക്ക് ഇന്ന് സാധിച്ചു. കൂടാതെ 9:20 ഇന്നത്തെ ഡേ ലോയായ 26,047 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് 26,120, 26,150 എന്നീ റേഞ്ചുകൾക്കിടയിലുള്ള കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു ഇന്നത്തെ ഭൂരിഭാഗം സമയത്തും നിഫ്റ്റിയിൽ ദൃശ്യമായതും. എങ്കിലും വൈകുന്നേരം 3:05 26,180 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിനെ തുടർന്ന് 206 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,172 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 638 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 234 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാർക്കറ്റിലുണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,123 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 749 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ശ്രീറാം ഫൈനാൻസ്, ട്രെൻഡ്, വിപ്രോ, ഇൻഫോസിസ്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ SBI, HDFC ലൈഫ്, SBI ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ കൺസ്യൂമർ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി ഇന്നും ബോർഡർ മാർക്കറ്റ്സുകൾക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.8% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് 1% നേട്ടവും കൈവരിക്കുവാനുമായി. മാത്രമല്ല ഇന്ന് തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും എല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ ക്യാപിറ്റൽ ഗൂഡ്സ്, മെറ്റൽ, IT തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്നത്തെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകേണ്ടതായിട്ടും വന്നു. എങ്കിലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് റേഞ്ച് ആയ 89.65 എന്ന ലെവലിൽ ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡുമായിട്ടാണ് FTA അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയുണ്ടായത്. മാത്രമല്ല ഇന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിലുള്ള വിപുലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചനകളും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിന്ന് മാർക്കറ്റിലെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെയും ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുവാനും ഇടയാക്കി. ഇനി നമുക്ക് ഇന്നും തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ മാസം ആദ്യ 14 ട്രേഡിംഗ് സെഷനുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന സെല്ലിങ്ങിന് ശേഷം അഥവാ നവംബർ അവസാനം തുടങ്ങി തുടർച്ചയായി 17 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിങ്ങിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് ബയേഴ്സ് ആയിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഈ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 3,776 കോടി രൂപയുടെ ബൈയിങ്ങും വരികയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ ആഴ്ചയിൽ 3 ട്രേഡിംഗ് സെഷനിലും ബയേഴ്സ് ആയിട്ട് മാറിയത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നേട്ടം തുടരുവാൻ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി. കഴിഞ്ഞ ദിവസം US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് വീണ്ടും US മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് പ്രതീക്ഷ വർദ്ധിക്കുകയുണ്ടായി. വരാനിരിക്കുന്ന 2026 വർഷത്തിൽ തൽഫലമായി US ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും മാർക്കറ്റും നിക്ഷേപകരും പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ന്യൂ ഇയറിന്റെ ഭാഗമായി തന്നെ. സോ ഈ ഒരു ഘടകവും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ തുടർന്ന നേട്ടവും കൂടാതെ
ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുവാനും അവസാനിപ്പിക്കുവാനും സാധിച്ചതിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസും പോസിറ്റീവായിട്ട് മാറിയതും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായി തന്നെ മാറി. ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ അവസാന ഘട്ടത്തിൽ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ നേടാൻ സാധിച്ച 22 പൈസയുടെ നേട്ടം ചോർന്നു പോയെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ ആദ്യഘട്ടത്തിൽ കാഴ്ചവെക്കുവാൻ സാധിച്ച മികച്ച പ്രകടനത്തിന്റെ ഫലമായിട്ടും കൂടാതെ പോയിന്റുകളൊക്കെ ചോർന്നു പോയെങ്കിലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിലേക്ക് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് ചെറുത്തുനിൽപ്പ് നടത്താൻ സാധിച്ചതും കൂടാതെ കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്ന് വന്ന മുൻപ് പറഞ്ഞ പോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയുടെ ഫലമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെയും കൂടാതെ അസെഞ്ചറിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് സർപ്രൈസ് ആയിട്ട് വന്നതിന്റെ തുടർച്ചയും മൂലം ഇന്ന് ഇന്ത്യൻ IT സെക്ടറുകൾക്ക് അതിശക്തമായ നേട്ടം കൈവരിക്കുവാനുമായി ഇതിനു മുന്നോടിയായിട്ടുള്ള പ്രകമ്പനം കഴിഞ്ഞ ദിവസം നമ്മൾ US മാർക്കറ്റിൽ ഇൻഫോസിസ് ADRലും വിപ്രോ ADRലും ഇന്ന് രാവിലെ നമ്മൾ കാണുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്ക് 796 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി സിംഗിൾ ഡേ കൊണ്ട് 2.06% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ L&T മൈൻട്രിയും എംഫസൈസിനും നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 8 സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ ഇൻഫോസിസ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 3% നേട്ടവും കൈവരിക്കുവാനുമായി ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകളിലുണ്ടായ ഉണർവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട RBI മീറ്റിംഗ് മിനിറ്റ്സിൽ വരുന്ന 2026 വർഷത്തിലെ ആദ്യ RBI മോണിറ്ററി പോളിസിയിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് വീണ്ടും പ്രതീക്ഷ വർദ്ധിക്കുകയുണ്ടായി. കാരണം നിലവിലെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ തന്നെ മാത്രമല്ല അടുത്ത വർഷത്തേക്കായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തും മോഡറേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതിനാലും ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ് ഇന്നും തുടർച്ചയായി നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായകമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 101 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-നടുത്തും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ന്റെയും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5%-നടുത്ത് നേട്ടത്തിലുമാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കമോഡിറ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ വെനസ്വേലയുടെ ഒരു എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിനെ തുടർന്ന് ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-ലേറെ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെ വില $61.14 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $57.18 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് കുതിച്ചുയരുകയുണ്ടായി. ഗോൾഡിന്റെ വിലയിലും അതിശക്തമായ ഉയർച്ച തന്നെയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. $4114.23 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് നിലവിൽ ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ഇന്നൊരു ഘട്ടത്തിൽ ഗോൾഡ് അതിന്റെ നിലവിലെ റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്തേക്കായിട്ടും എത്തിച്ചേരുകയുമുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് NLC ഇന്ത്യയിൽ നിന്നും 945 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ദിലീപ് ബിൽഡ്കോൺ മധ്യപ്രദേശിലെ 1363.55 മെഗാവാട്ട് സൗരോർജ്ജ നിലയങ്ങൾക്കായി മധ്യപ്രദേശ് പവർ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിൽ നിന്ന് 4900 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ബോജപ്പ് പെയിന്റ്സ് ഇന്ത്യ ബോജപ്പ് പെയിന്റ്സിലെ 14.48% വരുന്ന ഓഹരികൾ 546.63 രൂപ പെർ ഷെയർ എന്ന നിരക്കിൽ UK പെയിന്റ്സ് ഇന്ത്യ ഏറ്റെടുക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 2025 ഡിസംബർ 29-നോ അതിനുശേഷമോ കരാർ അന്തിമമാകുമെന്നാണ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും. മ്യൂസിക് ബ്രോഡ്കാസ്റ്റ് ഇന്ത്യ 89.6 ലക്ഷം രൂപയുടെ GST ഡിമാൻഡ് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ കമ്പനി പദ്ധതിയിടുന്നതായിട്ടും അറിയിക്കുകയുണ്ടായി. MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 10.53 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. MCX കൊമോഡിറ്റി ഡെറിവേറ്റീവുകളെക്കുറിച്ചും കൊമോഡിറ്റി ഫ്യൂച്ചറുകളുടെ വർധനവിനെക്കുറിച്ചും സെബി ചെയർമാന്റെ പരാമർശത്തെ തുടർന്ന് ഇന്ന് MCXൽ വ്യാപാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയുമുണ്ടായി. മാത്രമല്ല ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 4%-ലേറെ ഉയർച്ചയും സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. ഓറിയാന പവർ 186 കോടി രൂപയുടെ 50 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.